ലോകം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കടുത്ത യുദ്ധഭീതിയിലൂടെയാണെന്ന് റിപ്പോർട്ട്. ഇതിന് പ്രധാന കാരണം റഷ്യയ്ക്കും ഇറാനുമെതിരെ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് തനിക്ക് കടുത്ത ക്ഷോഭമുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. വഴങ്ങിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും തുടക്കത്തിൽ റഷ്യയടക്കം കൂടെ നിർത്തി ലോക സമാധാനമായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത്. യുദ്ധമെല്ലാം തീർക്കുമെന്ന വാഗ്ദാനത്തിലായിരുന്നു അദ്ദേഹം രണ്ടാമതും അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ അതിന് വിപരീതമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിച്ച് ഹൂതികളെയും ഹമാസിനെയും എല്ലാം നിലയ്ക്ക് നിർത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. കൂടാതെ ഇപ്പോൾ ചൈനീസ് കടലിൽ തമ്പടിച്ചിരിക്കുന്ന യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ട്രംപ്. നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തമ്പടിക്കാൻ കഴിയുന്ന ഈ കപ്പലിന്റെ യാത്ര ഒരു യുദ്ധം മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഏത് സമയവും അമേരിക്കൻ ആക്രമണം ഉണ്ടാകും. ഇതിനൊപ്പമാണ് റഷ്യക്കെതിരെയും നിലപാടുകൾ പറയുന്നത്. യുക്രൈനിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ അത് റഷ്യയുടെ വീഴ്ചയാണെന്നും കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പുടിന്റെ നിലപാട് അംഗീകരിക്കില്ല. ഈ ആഴ്ച പുടിനുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആണവ കരാറിന് അമേരിക്കയുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥർ വഴി ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. ഇറാനുമായി ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു. ഇറാനെ രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം. അതിലൊന്ന് സൈനികമായാണ്, മറ്റൊന്ന് കരാറിലൂടെ ആണവായുധങ്ങൾ തടഞ്ഞുകൊണ്ടാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന.